പ്രിയപ്പെട്ടവരെ, KPCCയുടെ UDF നേതൃയോഗം ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നടക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വാർത്തയെത്തുന്നു. KPCC UDF നേതൃയോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കെ മുരളീധരൻ. തിരുവനന്തപുരത്തുണ്ടായിട്ടും വിട്ടുനിൽക്കാനാണ് മുരളീധരന്റെ തീരുമാനം. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് മുരളീധരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു നമുക്കൊപ്പം. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ KPCC UDF നേതൃയോഗങ്ങൾ ചേരുമ്പോഴും മുരളീധരന്റെ നിലപാടിൽ മാറ്റമില്ല. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാളി. ഇന്ന് കെ മുരളീധരൻ വീട്ടിലുണ്ടാവും, നേതൃയോഗത്തിനെത്തില്ല, അല്ലേ? അത്തരമൊരു നിലപാട് തന്നെയാണ് കെ മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു, പരാജയം നേരിട്ടു. അതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ളത്, പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നുള്ളതൊക്കെ നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ പലതരത്തിലുള്ള ഇടപെടലുകൾ നേതൃത്വം നടത്തിയതാണ്. അതിന് പിന്നാലെയാണ്, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ KPCCയുടെയും UDFന്റെയും നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. പ്രധാനമായും ഈ തൃശ്ശൂരിലെയും അതുപോലെ തന്നെ ആലത്തൂരിലെയും പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും നേതൃയോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. അതിലേക്ക് നയിച്ച കാരണങ്ങൾ, സാഹചര്യങ്ങൾ, ഒപ്പം തൃശ്ശൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുക. സ്വാഭാവികമായിട്ടും അവിടെ മുരളീധരന്റെ പരാതികൾ കൂടി നേതൃത്വം കേൾക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തുണ്ടായിരുന്നിട്ടും തലസ്ഥാനത്തുണ്ടായിരുന്നിട്ടും KPCC നേതൃയോഗം നടക്കുന്ന ഇന്ദിരാഭവന് ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള വസതിയിൽ ഒതുങ്ങിക്കൂടാനാണ് ഇന്ന് കെ മുരളീധരന്റെ തീരുമാനം. വൈകുന്നേരം UDF നേതൃയോഗം നടക്കുന്നു, അതിലും അദ്ദേഹം പങ്കെടുക്കില്ല. ഈ രണ്ട് യോഗങ്ങളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ച വിശദമായ ചർച്ചകളിലേക്ക് പോവില്ലെങ്കിലും ഒരു പ്രാഥമിക ചർച്ചകളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതിലൊന്നും പക്ഷേ നിലപാട് പറയാൻ താനില്ല എന്നൊരു നയമാണ് ഇപ്പോൾ കെ മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള തുടർന്നങ്ങോട്ട് നടക്കാനിരിക്കുന്ന യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ളത് പ്രധാനമാണ്. ഏതായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് മാത്രമേ, അത് പരിഗണിച്ച് മാത്രമേ താൻ ഇനി പൊതുരംഗത്ത് സജീവമാകൂ എന്നുള്ളതാണ് മുരളീധരൻ നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചത്. അതേ നിലപാട് തന്നെ തുടരുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. പക്ഷേ അതേസമയം ഇന്നിപ്പോൾ മുരളീധരൻ ഈ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിലും, KPCC UDF നേതൃയോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിലും മുരളീധരന് വേണ്ടി വാദിക്കാൻ ചില നേതാക്കൾ ഇന്നുണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. പല നേതാക്കളും മുരളീധരൻ ഉന്നയിച്ച പരാതി, മുരളീധരന്റെ പരിഭവം, അതിൽ കഴമ്പുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറെടുത്ത് തന്നെയാണ് ഇന്നത്തെ നേതൃയോഗത്തിലേക്ക് വരിക. അതിലൊക്കെ ഈ KPCCയുടെ അച്ചടക്ക സമിതിയുടെ സിറ്റിംഗൊക്കെ, അച്ചടക്ക സമിതിയല്ല, ഈ തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന KPCC നിയമിച്ച കമ്മീഷന്റെ സിറ്റിംഗൊക്കെ, പ്രാഥമിക സിറ്റിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു പ്രാഥമിക വിലയിരുത്തലും യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. താങ്ക് യു അല്ലമീൻ. കെ മുരളീധരന്റെ അസാന്നിധ്യത്തിലും തൃശ്ശൂരിലെ തോൽവിയടക്കം KPCCയും UDF നേതൃത്വവും ഇന്ന് സജീവമായി ചർച്ച ചെയ്യും.